നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ ഇന്നലെ രാത്രി 10:30 ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റു. ഗംഭീരമായിരുന്നു കേട്ടോ. ഒഫീഷ്യൽ പ്രസംഗത്തിനേക്കാൾ ഗംഭീരമായി അൺഒഫീഷ്യൽ പ്രസംഗം. ഈ അൺഒഫീഷ്യൽ പ്രസംഗം അവിടെ തൊട്ടടുത്ത ഒരു ഹാളിലോ അങ്ങനെ ഏതാണ്ടാണ് നടന്നത്. അവിടെ ക്രിസ്ത്യാനികളുടെ വലിയ അസംബ്ലിയായിരുന്നു. ദൈവത്തെ വിളിച്ചുള്ള പ്രാർത്ഥനകൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രധാനമന്ത്രി എങ്ങാനും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വഴി നടക്കാൻ പറ്റുമോ? അമേരിക്ക ഈസ് എ കൺട്രി ഓഫ് ഗോഡ് എന്നാണ് 2-3 പേര്, അവരൊക്കെ പാതിരിമാരോ അച്ഛന്മാരോ അങ്ങനെ എന്തൊക്കെയാണ്. ബീഡനുണ്ട്, കമല ഹാരിസ് ഉണ്ട്, ഒബാമയുണ്ട്, ക്ലിൻ്റനുണ്ട്, ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, എല്ലാ കക്ഷികളും നിൽപ്പുണ്ട്. എണീറ്റ് നിൽക്കുന്നു, പാട്ട് പാടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നില്ല, പക്ഷേ വേറെ എന്തോ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നടക്കും. അവിടെ ദൈവത്തിന് നിരോധനമൊന്നുമില്ല. നമ്മുടെ പാർലമെൻറ്റിലാണെങ്കിൽ പ്രശ്നമാണ്. അമേരിക്ക ഈസ് എ ലാൻഡ് ഓഫ് ഗോഡ് എന്ന് പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നു. ആർക്കും ഒരു എതിർപ്പും കാണുന്നില്ല. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഗോഡ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈശ്വരനില്ലാതെ ജീവിച്ചുകൂടെ, അപ്പടിയല്ലേ ഇപ്പടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അല്ലേ? അവർക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അമേരിക്കയ്ക്ക് ഒരു ഒഫീഷ്യൽ റിലിജിയനുണ്ട്. അതിൻ്റെ പേര് ക്രിസ്ത്യാനിറ്റി എന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആ വെബ്സൈറ്റിൽ പോയി നോക്കുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് രാജ്യത്തിൻ്റെ. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ റിലിജിയൻ ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ ഫ്രീഡമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ചുണ്ട്, കാര്യമൊക്കെ ഉണ്ട്, എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ എന്തൊക്കെ ചെയ്യാം. ബട്ട് ഒഫീഷ്യൽ ഒരു മതം ക്രിസ്ത്യാനിറ്റി അവർക്കുണ്ട്. എൻ്റെ ഓർമ്മയിൽ 1983 റൊണാൾഡ് റീഗനോ മറ്റോ ആണ് അവരുടെ ഒഫീഷ്യൽ മതം ക്രിസ്ത്യാനിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് അവിടെ മതം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മതരാജ്യം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് അമേരിക്കയിൽ ഇതൊന്നുമില്ല എന്നാണ്. ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ നടന്ന സംഭവങ്ങളിൽ ഒരു സൈഡ് ഷോ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അദ്ദേഹത്തിൻ്റെ മെയിൻ ഷോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്തി. സിമ്പിളായിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നതിൻ്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റി. ഇവിടെ നമ്മൾ ഔറംഗസീബിൻ്റെ പേരിലുള്ള റോഡ്, അക്ബറിൻ്റെ പേരിലുള്ള റോഡ്, ചെങ്കിസ് ഖാൻ്റെ പേരിലുള്ള റോഡ്, ഇതിൻ്റെ എങ്ങാനും പേര് മാറ്റാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പുകിലാണ് ഇവിടെ. അവിടെ ഇതൊന്നുമില്ല, ആലോചനയില്ല, ഒന്നുമില്ല. അയാൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഗൾഫ് ഓഫ് മെക്സിക്കോ ഇന്നു മുതൽ ഗൾഫ് ഓഫ് അമേരിക്ക ആയിരിക്കും. പാനമ കനാലിൻ്റെ നിയന്ത്രണം ചൈനയുടെ കയ്യിലാണ്. പാനമ കനാൽ ഞങ്ങൾ പാനമയ്ക്കാണ് കൊടുത്തത്, അത് തന്നെ മണ്ടത്തരമായി പോയി. അതുകൊണ്ട് ഞാനതിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ വിദഗ്ധന്മാർ മുഴുവൻ ഏഷ്യാനെറ്റിൽ ഒരാൾ പടപടപടയെന്ന് പറഞ്ഞാണല്ലോ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് പാനമ കനാലിൻ്റെ നിയന്ത്രണം ഒരു പാനമ അതോറിറ്റി ഉണ്ട്, അവരുടെ കയ്യിലാണല്ലോ, അത് പാനമയുടെ കയ്യിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോടതിയിൽ വാദിക്കുമല്ലോ. പ്രതിയുടെ കയ്യിലായിരുന്നില്ല വടി, നിലത്ത് കിടന്ന വടി കൈകൊണ്ടെടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന പോലെ. ട്രംപ് പറഞ്ഞത് തെറ്റാണ്. ഈ അബദ്ധം പണ്ടും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ലേഖനം പറയുന്നത്. അപ്പോൾ ട്രംപിന് ഫാക്റ്റ് പറഞ്ഞു കൊടുക്കാൻ അമേരിക്കയിൽ ആരും ഇല്ലേ? അതുകൊണ്ട് ഏഷ്യാനെറ്റ് തീരുമാനിച്ചു ട്രംപിന് വിവരമില്ല. ഏഷ്യാനെറ്റിലെ ചിലർക്കാണ് വിവരമുള്ളത്, ട്രംപിന് ബുദ്ധിയില്ല. ഞാനിത് പണ്ട് മുതലേ ചാനലുകാരോടും മറ്റ് രാഷ്ട്രീയക്കാരോടും ഒക്കെ പറഞ്ഞ് തോറ്റതാണ്. നിങ്ങളിങ്ങനെ നരേന്ദ്രമോദി പൊട്ടനാണ്, ബുദ്ധിശൂന്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. പറഞ്ഞ് ഈ നുണ അവർ തന്നെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു വിടൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കേട്ടോ. 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മനുഷ്യൻ മറ്റെന്ത് ദുഷ്ടനാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ബുദ്ധിശൂന്യനാണെന്ന് പറയരുത്. എന്തെല്ലാം വിക്രസുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാമല്ലോ. സ്വന്തം പാർട്ടിക്കുള്ളിലെ ബഹളം, മറ്റ് പാർട്ടികളുമായിട്ടുള്ള ബഹളം, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ലോബികളുടെ ബഹളം, ഇതെല്ലാം വെട്ടിച്ചിട്ടാണ് ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയാകുന്നത്. അയാൾക്ക് ബുദ്ധിയില്ല എന്ന് പറയാമോ? നിങ്ങൾ വേറെ എന്ത് കുറ്റം വേണമെങ്കിലും പറഞ്ഞു,
നരേന്ദ്രമോദി നരാധമനാണ്, നരഭോജിയാണ്, കടുവയാണ്, പുലിയാണെന്നൊക്കെ പറഞ്ഞു. ബുദ്ധിയില്ല എന്ന് മാത്രം പറയുന്നത്. ഇവരിത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ബുദ്ധിയില്ല, പൊട്ടനാണ്. അങ്ങനെ മൂന്നാമത് അധികാരത്തിൽ വന്നു. ഇപ്പോൾ അതാണ്, ഡൊണാൾഡ് ട്രംപിന് ബുദ്ധിയില്ല, വിവരമില്ല. പാനമ കനാലിൻ്റെ നിയന്ത്രണം ആരുടെയാണെന്ന് വിക്കിപീഡിയ നോക്കിയിട്ട് ഞങ്ങൾ പറയും. അങ്ങേർക്കറിയാം. അതിൻ്റെ രണ്ട് വശത്തുള്ള 2 തുറമുഖങ്ങൾ ചൈനീസ് കമ്പനിയുടെയാണ്. ചൈനീസ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ ചൈനീസ് ഗവൺമെൻറ്റിന് യാതൊരു പങ്കൊന്നുമില്ല. ബട്ട് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഫീഡ്ബാക്ക് ചൈന ഈസ് കൺട്രോളിങ് പാനമ കനാൽ എന്നുള്ളതാണ്. ആ കൺട്രോൾ ഞാൻ തിരിച്ചെടുക്കും എന്നാണ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ബുദ്ധിയും 4-3-7 കൂട്ടാനൊന്നും പോകരുത്. ദ മെസ്സേജ് ഈസ് വെരി ക്ലിയർ, ഹി ഈസ് എഗൻസ്റ്റ് ചൈന. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു, ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഞാൻ അമേരിക്കയെ മാറ്റും. കുറേ കാലമായി മാനുഫാക്ചറിങ് ഇവിടുന്ന് പോയിട്ട്. അത് സത്യവുമാണ്. ബീഡൻ്റെ കാലത്തുമൊക്കെ അതിനൊക്കെ മുമ്പേ തുടങ്ങിയതാണ്. ഈ ക്ലിൻറ്റൺ, ഒബാമയൊക്കെ തുടങ്ങിയ പരിപാടിയാണ്. സകല വ്യവസായങ്ങളും ചൈനയിൽ കൊണ്ടുപോയി. ചൈനയിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അമേരിക്കൻ കമ്പനികൾക്ക് എളുപ്പം എന്നൊക്കെ പറഞ്ഞു. അമേരിക്കക്കാരെല്ലാം കൊണ്ടുപോയി അവിടെ കമ്പനിയും വെച്ചു. ബിസിനസ്സെല്ലാം ചൈനയുടെ കൺട്രോളിലായി. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ തന്നെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു. അതുകൂടാതെ ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ പാർട്ടിൽ പല കള്ളക്കളികളും കളിക്കാം. അതൊരു ഞെട്ടലോടെയാണ് ലോകം തിരിച്ചറിഞ്ഞത്. അതറിയിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ പേജർ സ്ഫോടനവും വാക്കി ടോക്കി സ്ഫോടനവും വലിയൊരു ഷോക്കാണ് ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ പൊട്ടന്മാരുണ്ടല്ലോ, ഈ റിയൽ പൊട്ടന്മാർ, അവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലായില്ല. മാനുഫാക്ചറിങ് ഇട്ട് കളിക്കാം. ഒരു സാധനം നമ്മളിപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ മോദി പറയുന്നില്ലേ, ചുമ്മാ ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്ത് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കും. ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കും ചിലരുടെ കാര്യങ്ങൾ അതിനകത്ത് കയറ്റി വിടാം. പാടില്ലേ? കയറ്റി വിടുന്നില്ല എന്നെങ്ങനെ അറിയും? നമുക്കൊരു രാജ്യത്തെ ഒരു പാര വയ്ക്കാനുണ്ട്. അപ്പോൾ ഈ പേജർ ഇസ്രായേൽ ചെയ്തത് എങ്ങനെയാണ്? ഒരു 110 ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ കവർ ഒട്ടിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് പൊട്ടിക്കാമെന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. ഒരു പ്രത്യേക സിഗ്നൽ വരുമ്പോൾ മാത്രം. വർഷങ്ങൾ ഈ പേജറുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിച്ചു. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഇന്ത്യ ഓൾസോ. അതുകൊണ്ടാണ് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ബൈ ഇന്ത്യ, അതുകൂടാതെ മെയ്ക്ക് ഇൻ ഇന്ത്യ കൂടെ നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും നിഷ്കളങ്കമായ പ്രവൃത്തിയായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. 2, ട്രംപ് പറഞ്ഞു, ഞാൻ അന്യരാജ്യങ്ങൾക്ക് കൂടുതൽ ഡ്യൂട്ടി തീരുവ ചുമത്താൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് അമേരിക്കയിലങ്ങ് സാധനം ഡംപ് ചെയ്തിട്ട് കാശുണ്ടാക്കണ്ട. അതിനുവേണ്ടി പുള്ളി ഒരു എക്സ്റ്റേണൽ റവന്യൂ സർവീസ് തുടങ്ങുന്നു. അമേരിക്കയ്ക്ക് പിരിഞ്ഞു കിട്ടാനുള്ള കാശ് മുഴുവൻ പിരിച്ചെടുക്കുക. അതൊരു ന്യായമായ കാര്യമാണ് കേട്ടോ. അമേരിക്കയെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ശ്രീലങ്കയെ സഹായിച്ചു, ബംഗ്ലാദേശിനെ സഹായിച്ചു, ഉക്രൈനെ സഹായിച്ചു, വഴിയവനെ എല്ലാം സഹായിച്ചു. ഈ കാശൊക്കെ തിരിച്ചു തരണ്ടേ? ഇവരാരും തിരിച്ചു തരില്ല. മോക്ഷത്തിനല്ലല്ലോ കാരണവർ കടം കൊടുക്കുന്നത്. കാരണവരുടെ കാര്യവും നടക്കും, കാശ് പിന്നെ തിരിച്ച് കിട്ടുകയും വേണം. അമേരിക്കയുടെ താല്പര്യവും നടക്കും. അവിടെ ഒരു ബേസ് ഉണ്ടാകും, അവർ വിചാരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാകും. പക്ഷേ അപ്പോഴും അവർക്ക് കാശ് തിരിച്ചു വേണം. ഇത് തിരിച്ചെടുക്കാനായിട്ട് പ്രത്യേക ഒരു റവന്യൂ സർവീസ്, ഇതൊന്നും നടക്കില്ല എന്നാണ് അമേരിക്കൻ പത്രങ്ങൾ തന്നെ. ഞാൻ ആദ്യം നോക്കിയത് അങ്ങനെയാണ്. അമേരിക്കൻ പത്രങ്ങളുടെ റിയാക്ഷൻ എന്താ? വാഷിങ്ടൺ പോസ്റ്റ്, പിന്നെ ന്യൂയോർക്ക് ടൈംസ്, ഈ 2 പേര്, ഫോക്സ് ന്യൂസ്, പിന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ BBC, ഇവരെല്ലാം ക്രിട്ടിക്കലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ആറ്റം ബോംബും കാർന്ന ഒരു തലയിലിട്ടു. അതെന്താണെന്നറിയാമോ? അമേരിക്കയിൽ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. കഥ. അപ്പോൾ LGBTQ എന്ത് ചെയ്യും? ഒന്നുകിൽ ആണിൽപ്പെടുത്തും അല്ലെങ്കിൽ പെണ്ണിൽപ്പെടുത്തും. ഇത് ട്രംപ് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കിയതാണ്. ആണും പെണ്ണും മതി, ആ 2 കാറ്റഗറിയിൽ പെടുത്തുക നിങ്ങൾ. അപ്പോൾ പകുതി ആണ് പകുതി പെണ്ണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ഞാൻ പെണ്ണായിട്ട് ജീവിക്കില്ല, ആണായിട്ട് ജീവിക്കുക, ആണായിട്ട് എന്നെ കൂട്ടിയാൽ മതി, വാട്ട് എവർ ഇറ്റ് ഈസ്. പുള്ളി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇതായിരിക്കും പ്രധാന അജണ്ട കേട്ടോ. ഇന്ത്യയിലും ഇതിൻ്റെ വലിയ ഗ്രൂപ്പുണ്ട്.
ഇത് പണ്ട് മുതലുണ്ട്, മഹാഭാരതകാലത്തെ ശിഖണ്ഡി മുതലുണ്ടല്ലോ. അവരെ ഒന്നും ആരും അകറ്റി നിർത്തിയിരുന്നില്ല. ശിഖണ്ഡിയെ അകറ്റി നിർത്തിയിരുന്നെങ്കിൽ ശിഖണ്ഡി സൈന്യാധിപനാകില്ലല്ലോ. അപ്പോൾ ശിഖണ്ഡിക്ക് ഈ ഹീറോയുടെ പരിവേഷം തന്നെയാണ് ശിഖണ്ഡിക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്തോ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ള അൺടച്ചബിലിറ്റി ഇവിടെയും ഉണ്ട് എന്നുള്ള മട്ടിൽ ഇവിടെ ഈ LGBTQ തുടങ്ങി. അത് അവരുമായിട്ട് കൂട്ടുകൂടുന്നവരുണ്ട്, കൂടാത്തവരുണ്ട്. ബട്ട് സൊസൈറ്റി ആസ് സച്ച് അതൊരു പ്രശ്നമായിട്ട് കണ്ടിരുന്നില്ല. പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോഴും അവർ എല്ലാവരെയും പോലെ അവരും ജീവിച്ചു വന്നു. ഇങ്ങനെ ഇരുന്ന സൊസൈറ്റിയിലാണ് നമ്മളുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് ഈ ബോംബിട്ട് LGBTQ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയും എന്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വാദത്തിനിടയ്ക്ക് പറഞ്ഞു, ദർ ഈസ് നോ അബ്സല്യൂട്ട് മാൻ ആൻഡ് അബ്സല്യൂട്ട് വുമൺ. ആണുമില്ല പെണ്ണുമില്ല എന്നാണ് പുള്ളി പറഞ്ഞു. ട്രംപ് പറഞ്ഞു ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എവിടെ പോയി? ഇവിടുത്തെ ലോബികൾ വെള്ളത്തിലായി. ഇവരാണ് വിഷമിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം എന്ന് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സിനും, അവരാണല്ലോ പ്രതിപക്ഷം, അവർക്കും അവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ കൃത്യമായ ഒരു ധാരണയുണ്ട്. ഇതിൽ പ്രയാസപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ആന്തോളൻ ജീവികളും അലമ്പ് കളിക്കാരുമാണ്. ഇവർക്ക് അലമ്പ് കളിക്കാനുള്ള ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കുറയും. ഇല്ലാതാകുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ഇല്ലാതാവില്ല. കാരണം ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന സംവിധാനം ട്രംപുമായിട്ട് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ട്രംപിനെയും കൂടെ ചേർത്ത് ഫൈറ്റ് ചെയ്യാനോ ഒക്കെ കഴിവുള്ളവരാണ്. ട്രംപ് ഇന്ത്യയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. നല്ലതോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യമായ വ്യതിയാനമൊന്നും ഉണ്ടായില്ല. എല്ലാവരുടെയും പാതാണല്ലോ നോട്ടം. ഒരാൾ അധികാരത്തിൽ വന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ടാണ്. എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മൗനമുണ്ട്. എന്തൊക്കെയോ വലുതൊക്കെ കാരണവർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാനിത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. പറഞ്ഞ കാര്യം ഐ ടോൾഡ് യു സോ എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമല്ല. എന്നാലും യാദൃശ്യമായിട്ട് ഓർമ്മ വരുമ്പോൾ ഞാൻ പറയും, ട്രംപിൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് കിട്ടുമെന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. അയാളുടെ പ്രിയോറിറ്റി അമേരിക്കയാണ്. അതയാൾ തീരുമാനിച്ചും കഴിഞ്ഞു. ഇന്നലത്തെ പ്രസംഗം മുഴുവൻ അമേരിക്കയുടെ കാര്യങ്ങളാണ്. ക്യാപിറ്റോൾ ഹിൽ ലഹള നടന്നിരുന്നല്ലോ. ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, ട്രംപിൻ്റെ ആൾക്കാർ ഞങ്ങൾ തന്നെയാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയ ബഹളം. ആ ബഹളത്തിൽ 1500 പേർക്കെതിരെ കേസുണ്ടായിരുന്നു. ഇതാണ് ട്രംപ് ആദ്യം ഒപ്പിട്ട ക്ലാസ്. 1500 പേർക്കും പൊതുമാപ്പ്. നമ്മുടെ ഇവിടെ മോശമൊന്നുമില്ല. രാഷ്ട്രീയക്കാരുടെ സമരങ്ങളിൽ അടിപിടി കച്ചറയൊക്കെ ഉണ്ടായി ആ കേസുകളൊക്കെ പിൻവലിച്ചുകൊണ്ട് പോകുമല്ലോ. ആകെ നിയമസഭയിലെ ഒരു കേസാണ് പിൻവലിക്കാൻ കോടതി സമ്മതിക്കാതെ കിടന്ന് വിഷമിക്കുന്നത്. ബാക്കി എത്രയോ കേസുകൾ അവരെ LDF UDF തമ്മിൽ രാജിയായിട്ട് അങ്ങ് പിൻവലിക്കും. നമ്മളറിയ പോലും ഇല്ല. ഇത് നടക്കുമ്പോൾ ജലപീരങ്കി അടിപിടി, അയ്യോ തല പൊത്തിപ്പിടിച്ചുകൊണ്ടാണ്. അവസാനം ആ കേസൊക്കെ എവിടെ? ഒന്നുമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിൻവലിക്കും. അത് ഇതുപോലെ ട്രംപും ഒന്ന് പിൻവലിച്ചു. 1500 പേരെ പുള്ളി അങ്ങ് റിലീസ് ചെയ്തു. മൊത്തം അധികാരത്തിൽ വന്നയുടൻ ട്രംപ് എടുത്ത തീരുമാനങ്ങൾ 78 തീരുമാനങ്ങൾ ബൈഡൻ്റെ തീരുമാനങ്ങൾ റദ്ദാക്കുന്ന തീരുമാനങ്ങളായിരുന്നു. അതായത് ബൈഡൻ എടുത്ത 78 തീരുമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് ട്രംപ് ആദ്യം എടുത്തത്. ഇതാണ് ട്രംപിൻ്റെ. ഇനി പിടിച്ചതിലും വലുത് അളയിലിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ മാർക്കോ റൂബിയോ, അതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ. മൈക്ക് വാൾസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. പിന്നെ തുൾസി ഗബാർഡ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് DNI എന്ന് പറയും. ഈ 3 പേരാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ കോട്ടേറി കോട്ടേറി ഒരു നെഗറ്റീവ് മീനിങ് ആണ്, എന്നാലും ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ആൾക്കാർ എന്ന് പറയുന്നതിൽ പ്രധാനികൾ ഈ 3 പേരാണ്. ഈ 3 പേരും ഇന്ത്യാനുകൂലികളാണ്. ഈ മാർക്കോ റൂബിയോ കോൺഗ്രസ്സിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു, ഇന്ത്യയെ നമ്മൾ ഇസ്രായേലിനെ പോലെ ട്രീറ്റ് ചെയ്യണം. ഇതാണ് പ്രമേയത്തിലെ ആവശ്യം. ഇന്ത്യ മസ്റ്റ് ബി ട്രീറ്റഡ് ലൈക്ക് ഇസ്രായേൽ ആൻഡ് ജപ്പാൻ. ഇതാണ് പ്രമേയത്തിന്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പാസ്സായി കാണുന്നില്ല ഒരു. പക്ഷേ എന്തുമായിക്കോട്ടെ, മാർക്കോ റൂബിയോയുടെ പോയിൻ്റ് അതാണ്. ഓപ്പൺലി അങ്ങേര് ഹാക്കിഷ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമെങ്കിലും
ചൈനയോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളാണ് മാർക്കോ റൂബിയോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്, ഇന്ത്യക്കാരോട് ഇഷ്ടമാണ്. മൈക്ക് വാൾസ് ഒരു പട്ടാളക്കാരനാണ്. മൈക്ക് വാൾസാണ് ആദ്യമായിട്ട് പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്നൊരാവശ്യം ഉയർത്തിയത്. ഈ മൈക്ക് വാൾസാണ്. അദ്ദേഹമാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. തുളസി ഗബാറിനെ പറ്റി പറയുന്നുണ്ട്. തുളസി ഗബാറിൻ്റെ കീഴിൽ CIA അടക്കം 12 ഏജൻസികൾ വരും. അവരാണ് അമേരിക്കയിലെ ആദ്യത്തെ ഹിന്ദു ഉദ്യോഗസ്ഥ. ചില പ്രസിഡൻറ്റിൻ്റെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറയും. ദ ഫസ്റ്റ് ഹിന്ദു ഇൻ ട്രംപ്സ് ക്യാബിനറ്റ് എന്ന് പറയാമോ, ഇല്ല, ട്രംപിൻ്റെ ഗ്രൂപ്പിൽ, പ്രമുഖമായ ഗ്രൂപ്പിൽ അംഗത്വം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്നല്ല പറയുന്നത് ഞാൻ, ഇന്ത്യക്കാരി എന്ന് പറയാൻ തെറ്റാ, അവർ അമേരിക്കക്കാരിയാണ്. ബട്ട് ആദ്യത്തെ ഹിന്ദു അവർ ഞാൻ ഹിന്ദുവാണെന്ന് പ്രഖ്യാപിച്ചു, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കും, ഹിന്ദു സംസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ പറയും. തുളസി ഗബ്ബാർ ഇല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഫലത്തിൽ ഞാൻ കാണുന്നത് ഭാരതത്തിന് നല്ലൊരവസരമാണ്. അതിൻ്റെ കൂടെ ഈ ട്രിവിയൽ കാര്യങ്ങളിലേക്ക് പോകരുത്. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇങ്ങേരെ വിളിച്ചില്ല, മോദിയെ വിളിച്ചില്ല, ഒരുപാട് പേരെ വിളിക്കാതെ ഇരുന്നിട്ടുണ്ട്, കുറേ പേരെ വിളിച്ചിട്ടുമുണ്ട്. അതൊന്നും വലിയ കാര്യമല്ല. സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയൊരു ചടങ്ങാണോ? അല്ല. നമ്മുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും, കുറച്ച് പേരെ വിളിക്കും, അയൽവക്കത്തുള്ളവരെ ചിലരെ വിളിക്കില്ല. അതൊന്നും ഒരു സിഗ്നലല്ല. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ ട്രംപിൻ്റെ ഇൻവൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അയാൾ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു, മോഹൻദാസ് ട്രംപിനെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊള്ളാം. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടെപ്പോഴും ട്രംപ് ഒരു ബിസിനസ്മാനാണ്. പണ്ടെപ്പോഴോ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോൾ ഇങ്ങേര് ട്രംപിന് വഴി പറഞ്ഞു കൊടുക്കുകയോ അതോ ചായ വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തോ ചെയ്തൊരു പരിചയം. ആ പരിചയം തുടർന്നു. അപ്പോൾ ട്രംപ് രണ്ടാമതും പ്രസിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പുള്ളി ഇവനെ ഓർത്തു, അന്നൊരു ചായ വാങ്ങി തന്നവന് ഇവനാണ്. അയാളെ വിളിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. അത് നമ്മളതിൽ ഒരാളെ വിളിച്ചില്ല. ട്രംപിന് ചായയല്ല, ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലവിന് കൊടുത്ത ആളിനെ ചിലപ്പോൾ ട്രംപ് മറന്നുപോയി കാണും. ഇതൊക്കെ സംഭവിക്കും. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതൊക്കെ വെറുതെ ഈ അസൂയ കൊണ്ട് പറഞ്ഞ് എങ്ങനെ മോദിയെ കൊച്ചാക്കാം, ഇങ്ങനെ ഒരു പ്രവൃത്തിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ഞാൻ നോക്കിയിട്ട് ട്രംപിൻ്റെ അനൗൺസ്മെൻ്റ് ആണെങ്കിലും ട്രംപിൻ്റെ ടീമാണെങ്കിലും എല്ലാം കൊണ്ടും ഇന്ത്യക്ക് അനുകൂലമായൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നിലനിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.